ഹേറ്റ് ലെറ്റർ ടു സിനിമ. കറക്റ്റ് ടാഗ്ലൈൻ, കണ്ടാൽ തന്നെ വെറുത്തു. നീ മോളിവുഡ് ടൈംസിനെ കുറിച്ചാണ് പറയുന്നത്? അത് നല്ല പടമാണല്ലോ, നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് അല്ലേ? അതെ അതെ അതെ, ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ല. സിനിമയ്ക്കുള്ള സിനിമയല്ലേ, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. കുറച്ച് ഉദയനാണ് താരം, കുറച്ചധികം മൂന്തനുണ്ണിയൊക്കെ ആയിട്ട് നല്ലതാ. സിനിമയിലെ ചതിയും കുറച്ചധികം ക്രിഞ്ച് ഡയലോഗുകളും, പിന്നെ അത്യാവശ്യം നല്ലപോലെ സംഭരണ വിരുദ്ധതയൊക്കെ ആയിട്ട് നല്ല ഡിഫറൻറ്റ്. സിനിമയ്ക്കുള്ളിലെ സിനിമ ഫ്രഷ് ആണെന്നല്ല പറഞ്ഞത്. അങ്ങനത്തെ ആ ടൈപ്പ് പടം വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. പക്ഷെ ഇതിൽ കുറേ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ? അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഒരു നറേറ്റീവും പിന്നെ നസ്ലിൻ്റെ ആക്ടിങ്ങും പിന്നെ സിനിമയ്ക്കുള്ളിലെ ചില ഗിമ്മിക്സും പണം വെളുപ്പിക്കുന്നതും ടാക്സ് വെട്ടിക്കുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോൺസെപ്റ്റ് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ എന്താ ഹൊറർ സിനിമ എടുത്ത് മഹാനാകാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു യുവാവ്, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇത് ട്രീറ്റ് ചെയ്തേക്കുന്ന രീതിയിലാണ് പ്രശ്നം. മഹാനാകാൻ വേണ്ടി എത്ര സെൽഫിഷ് ആയാലും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ഒരു യുവാവ്. ഇസ് ദാറ്റ് കറക്റ്റ്? അങ്ങനെ എല്ലാവരും കറക്റ്റ് ആണെന്നില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഓരോ പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ. നായകന്മാരെല്ലാവരും നന്മ കിനിഞ്ഞൊഴുകുന്ന ആൾക്കാരാവണമെന്ന് പറഞ്ഞാൽ അത് ശരിയാവുന്നില്ലല്ലോ. ഇപ്പോൾ ഇതിലെ നായകൻ കുറച്ച് സെൽഫിഷാണ്, അതുകൊണ്ട് അയാൾ ചില പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നു. ചിലർ നന്മ കാരണം പ്രശ്നത്തിൽ വരും. എന്തൊക്കെയായാലും ആ സിനിമയോടുള്ള ഒബ്സഷനൊക്കെ നസ്ലിൻ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടും രസമായിട്ടും ചെയ്തിട്ടുണ്ട്. നസ്ലിൻ്റെ ക്യാരക്ടറിലൊരു വെറൈറ്റി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ആ സ്ലാങ്ങിലൊക്കെ ഒരു വ്യത്യാസം വരുത്താനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ലേലും കുഴപ്പമില്ല. വാട്ടവർ. ഞാൻ പറയുന്ന സിനിമയുടെ ആശയത്തെക്കുറിച്ചും പിന്നെ ആ ക്യാരക്ടർ ബിൽഡിങ്ങിനെ കുറിച്ചും പിന്നെന്താ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ്. ട്രീറ്റ്മെൻറ്റിന് എന്താ കുഴപ്പം? ഇപ്പോൾ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയൊക്കെ പോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നറേഷൻ അല്ലേ? അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയൊക്കെ എത്ര നല്ല ഫിലിമാണ് ഇത് വെച്ച് നോക്കുമ്പോൾ. അതുമായിട്ട് എങ്ങനെയാണ് മോളിവുഡ് ടൈംസിനെയൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. രണ്ടിൻ്റെ സംവിധായകൻ ഒരാളാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ മുകുന്ദനുണ്ണിയിലൊക്കെ പഞ്ചായിട്ടുള്ള എത്ര ഡയലോഗുകളുണ്ടായിരുന്നു, നമ്മൾ ഈ നിത്യജീവിതത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അത്ര കണക്റ്റ് ആയിട്ടുള്ള ഡയലോഗുകളുണ്ടായിരുന്നു. പക്ഷേ ഈ മോളിവുഡ് ടൈംസിൽ അങ്ങനെ ഒരു ഡയലോഗ് പോലും ഇല്ല. അതിപ്പോൾ ചിലപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്കത്ര ബന്ധമോ അല്ലെങ്കിൽ നമുക്ക് പരിചയമോ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇതൊക്കെ കണക്റ്റ് ആവുന്ന കുറേ ആൾക്കാരുണ്ടാവില്ലേ? ഇപ്പോൾ ഭൂരിപക്ഷം പേരും സിനിമയിലേക്ക് നോക്കുന്നവരാണ്, ഫ്യൂച്ചർ സിനിമയാണെന്ന് കാണുന്നവരാണ്. അവർക്കപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ഇപ്പോൾ സിനിമയിൽ സ്ക്രിപ്റ്റ് മോഷണം പോയവരുണ്ടായിരിക്കും, കോൺസെപ്റ്റ് മോഷണം പോയവരുണ്ടായിരിക്കും, അവരുടെ ക്രാഫ്റ്റ് അതേപോലെ തന്നെ മോഷ്ടിച്ച ആൾക്കാരുണ്ടാവും. പിന്നെ നടിയോ നടനോ പിണങ്ങിപ്പോയതുകൊണ്ട് സിനിമ മുടങ്ങിപ്പോയവരുണ്ടായിരിക്കും. അതുപോലെ വേണ്ടത്ര പ്രൊമോഷൻ കിട്ടാത്തതുകൊണ്ട് സിനിമ ഹിറ്റാവാതെ പോയ ടാലൻ്റുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർക്കൊക്കെ അത് കണക്റ്റ് ആകുമല്ലോ. അപ്പോൾ നമുക്കതങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. മേ ബി. പക്ഷെ നസ്ലിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒന്ന് നോക്കിക്കേ. പെട്ടെന്ന് പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് പുള്ളി മോസ്റ്റ് വാണ്ടഡ് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് മാറുന്നു. അതൊക്കെ എങ്ങനെയാണ്? അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? അതൊരിക്കലും യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണല്ലോ. അതൊക്കെ പോട്ടെ, അയാൾ ചെയ്ത ഒരു പടത്തിന് മറ്റൊരു പടമായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് റീഷൂട്ട് ചെയ്യാൻ വരെ സമ്മതിച്ച ഒരു നിർമ്മാതാവിനോട് അയാൾ എന്താ ചെയ്തേ? മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുന്നു. എന്താ അയാൾക്ക് വേണ്ടി മാത്രം, അയാളൊരു മഹാനാകണം എന്നതുകൊണ്ട് മാത്രം. എന്ത് സെൽഫിഷാണത്? അയാൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ സെൽഫിഷാണെന്ന്. എന്നാലും ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരു നിർമ്മാതാവിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, എന്നിട്ട് ആ നിർമ്മാതാവിനെ ഒരു ക്രൂരനായിട്ടും ഇയാളെ ഒരു ഇരയായിട്ടും ഒക്കെ കാണിക്കുന്നു. അത് പിന്നെ ഒരാളുടെ മഹത്വം അയാൾ തന്നെ കണ്ടുപിടിക്കണം, അല്ലാണ്ട് ആരും തളികയിൽ വെച്ച് കൊണ്ടുവന്ന് തരുമൊന്നുമില്ല. പണ്ടാണ് കർമ്മയ്ക്ക് വേണ്ടി കാത്തു നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരാളുടെ ലൈഫിനെ അയാൾ തന്നെ തീരുമാനിക്കുന്നു. ഇതിൽ നായകൻ കുറച്ച് സെൽഫിഷാണ്, പക്ഷെ അയാൾ ടാലൻറ്റഡും ആണ്, അതിൽ അയാൾക്ക് കോൺഫിഡൻസും ഉണ്ട്. പിന്നെ ഈ സൊസൈറ്റി അയാളോട് അത്ര നല്ല രീതിയിലൊന്നും അല്ല ബിഹേവ് ചെയ്തിട്ടുള്ളത്. ഓ, സൊസൈറ്റി. നമ്മുടെ സംവിധായകന് ഈ സംഭരണത്തോടൊക്കെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. പടത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അതെടുത്ത് വീശുന്നുണ്ട്. തെറ്റിദ്ധാരണ തിരുത്തണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് അയാളുടെ കാര്യം. പക്ഷെ സിനിമ ഒരു മാസ് മീഡിയയിൽ വന്നിരുന്നിട്ട് നാട്ടുകാരോട് ഇത്രയും തെറ്റിദ്ധാരണകൾ ഇങ്ങനെ കൺവേ ചെയ്യുന്നത് അതൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇതിലതിന് മോശമായിട്ടൊന്നും പറയുന്നില്ലല്ലോ സംവരണത്തിനെ കുറിച്ച്. സംവരണം കൊണ്ട് ഒരാൾക്ക് സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു മോശം അവസ്ഥയെ കുറിച്ചല്ല പറയുന്നത്. അതിലൊക്കെ സത്യമല്ലേ? എന്ത് സത്യം? അപ്പോൾ പിന്നെ ബേസിക് കാര്യങ്ങളെ കുറിച്ചും കൂടെ പറയണം. അല്ലാതെ എൻ്റെ മോനെ എത്ര പഠിച്ചില്ലേലും എവിടെ വേണേലും അഡ്മിഷൻ കിട്ടും, പക്ഷെ ഇവൻ്റെ കാര്യം ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന അച്ഛനും അമ്മയും. പിന്നെ സിനിമ എടുത്തു കഴിയുമ്പോൾ എൻ്റെ സിനിമ നന്നായിട്ടല്ല, പകരം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടാണ് എന്നെ അവർ പിന്തുണയ്ക്കുന്നതെന്ന് പറയുന്ന മോനും. ഇതൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക?
ഈ കഴിവില്ലാത്തവരാണ് സംവരണം കൊണ്ട് മുന്നേറുന്നതെന്ന് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. ഒരു മറവില്ലാതെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ശരിക്കും സാമ്പത്തിക സമത്വം അല്ല സാമൂഹിക സമത്വമാണ് ഈ സംവരണത്തിലെ ലക്ഷ്യം എന്നൊക്കെ ഇവർ ഇനി ഏത് നൂറ്റാണ്ടി പഠിക്കാനാണ്? അത് ശരിയാണ്. സിനിമ പോലുള്ള മേഖലകളിലൊക്കെ ദളിത് സംവിധായകരും അല്ലെങ്കിൽ ദളിത് പ്രവർത്തകരും ഒക്കെ എത്ര കുറവാണെന്ന് നോക്കിയാൽ അത് മനസ്സിലാവും. ഫെമിനിസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ പ്രായമായവർക്കും ഗർഭിണികൾക്കും സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അതുപോലെ തന്നെ സംവരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിട്ടും എന്നെക്കാളും മാർക്ക് കുറവുള്ള ആൾക്ക് നല്ല കോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. യെസ്, അടിസ്ഥാനപരമായ സാമൂഹിക നീതികേടിനെ കുറിച്ച് സംസാരിക്കാതെ സിനിമ അതിന്റെ പുറന്തോടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാണ് അതിലെ നീതികേട്. ഇനി ഈ സിനിമയിലെ കാര്യം പറയുമ്പോൾ ഈ സിനിമയിൽ ഇത് പറയണ്ടെന്ന് വിചാരിച്ചതായിരിക്കാം സംവിധായകൻ. കാരണം ചിലപ്പോൾ റിസർവേഷനൊക്കെ കുറച്ചുകൂടെ ആഴമുള്ളൊരു സബ്ജക്റ്റ് അല്ലേ, അത്രയും പറയാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ ഒരു വൈബും അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് രീതിയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഡിഫറെൻ്റ് ആണല്ലോ. അതുകൊണ്ട് ആഴത്തിൽ പറയേണ്ട കാര്യങ്ങൾ ആഴത്തിൽ തന്നെ പറയണം. അല്ലാതെ അവിടെ ഇവിടെയും തൊടാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ വരുത്തിയിട്ട് കാര്യമില്ല. ആർ ഷുഡ് ബി റെസ്പോൺസിബിൾ. അതല്ലാതെ മിനിമം സിവിൽ സെൻസ് പോലും ഇല്ലാത്ത നായകനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഇതിന് പുറകിലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയാണെന്ന് കരുതേണ്ടി വരും. എന്തായാലും സിനിമ പൊട്ടിപ്പോയത് നന്നായി, അല്ല അത്ഭുതമൊന്നുമില്ല.